മൃദുലമായ സമീപനം, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അത് നിവർത്തിക്കും. അതേസമയത്ത് പരുഷമായും വളരെ ഗൗരവരൂപത്തിലുമുള്ള ഇടപെടൽ യംനഉ മിമ്മാ ഫീഹി തഅ്മീലു, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ തടയും. എന്നിട്ട് മഹാനവർകൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഫസാമിഖുൻ സഖഹു മാഉം ബിദാഖിലിഹി ഫറുബ്ബമ ഖതഅത് അൻഹുൽ മആവീലു. വലിയ മലപർവ്വതം, അതിനെ ചിലപ്പോൾ പൊട്ടിക്കുന്നതാണ്. മാഉം ബിദാഖിലിഹി, അതിൻ്റെ ഉള്ളിൽ തിങ്ങി മെല്ലെ 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 വെള്ളം ഇങ്ങനെ നിറഞ്ഞ് 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 അവസാനം ഉരുൾപൊട്ടുക എന്ന് പറഞ്ഞ അങ്ങനെ അങ്ങ് പൊട്ടും. വെള്ളം എന്ത് ചെയ്തു? അതിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളം മെല്ലെ മെല്ലെ മൃദുവായി മൃദുവായി അതിലിങ്ങനെ കടന്ന് 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 ആ മലയെ അത് പൊട്ടിക്കും. ഏത് മലയാണ്? ഫറുബ്ബമൻ ഖതഅത് അൻഹുൽ മആവീലു, വലിയ പിക്കാസുകൾ, ഇരുമ്പിൻ്റെ പിക്കാസുകൾ കൊണ്ട് അതിനെ മുട്ടിയാൽ ഭയങ്കര ഗൗരവപൂർവമുള്ള ഇടപെടലാണ് പിക്കാസിൻ്റേത്. ചിലപ്പോൾ പിക്കാസിൻ്റെ ആ മൊനണ്ടെല്ലാം പൊട്ടിയങ്ങ് തെറിച്ചു പോവും, മല ചിലപ്പോൾ പൊട്ടൂല. ഇത് ആ ഇടപെടലിൻ്റെ തകരാറാണ്. മറ്റത് മെല്ലെ മൃദുവായ സമീപനം സ്വീകരിച്ചപ്പോൾ അതേ ആ വലിയ പർവ്വതത്തെ പൊട്ടിക്കാൻ കഴിഞ്ഞു എന്ന് റസാനത്ത് പറഞ്ഞതുപോലെ ഇരിക്കട്ടെ. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതീ ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും. പക്ഷേ അവരിൽ നിന്ന് അക്രമം ചെയ്ത ആളുകൾ ഒഴികെ അവരോട് ചിലപ്പോൾ ചില ഗില്ലത്തും കഠിനമായ സ്വഭാവവും സ്വീകരിക്കേണ്ടി വരും. അത് ആരാണ്? അത് എന്ത് പറഞ്ഞാലും ബോധ്യപ്പെടാത്ത ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന കക്ഷികൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത പറയുന്നവർ, അല്ലെങ്കിൽ അവരുമായി സന്ധിയിലും കരാറിലുമായി ജിസിയ തന്ന് ജീവിക്കുന്ന ആളുകൾ, അത് ആ കരാറ് പൊളിക്കുകയും ജിസിയ തരാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ. അങ്ങനെ ആണ് അല്ലദീന ളലമു എന്ന് പറഞ്ഞത് ആരാണെന്നുള്ള ചർച്ചയുണ്ട്. ആയിക്കട്ടെ. വഖൂലു, ഒരിക്കലും തന്നെ ആരുമായി തർക്കിച്ചാലും ആരുമായി സംവദിച്ചാലും വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്ക് കോട്ടം വരാൻ പാടില്ല. അതുകൊണ്ട് വഖൂലു ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ടും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിൽ ഒരു തെറ്റുമില്ല. അത് നമ്മളങ്ങനെ വിശ്വസിക്കാൻ വേണം അല്ലേ? വല്ലദീന യുമിനൂന ബിമാ ഉൻസില വമാ ഉൻസില മിൻ ഖബ്ലിക, അങ്ങേക്ക് മുമ്പ് ഇറക്കപ്പെട്ടതിനെയും ശരിയായ തൗറാത്ത്, ഒറിജിനൽ തൗറാത്തുണ്ട്, ഒറിജിനൽ ഇഞ്ചീലുണ്ട്, ഒറിജിനൽ സബൂറുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സുഹുഫുണ്ട്, സുഹുഫ് ഇബ്രാഹിമ വ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സുഹുഫ് ഉണ്ട്. അതെല്ലാം അള്ളാഹു ഇറക്കിയതാണ്. അതെല്ലാം നമ്മൾ വിശ്വസിക്കണം. അത് കേൾക്കണം, ശരിക്കും ശ്രദ്ധിക്കണം. ഖൂലു ആമന്നാ ബിമാ ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചു. ഭേദിഗതി ചെയ്തതല്ല. അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ വിയോഗത്തിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം ആരെങ്കിലും എഴുതി വെച്ച ചരിത്രം അല്ല, ഇറക്കപ്പെട്ടത്. അതാണ് ഒറിജിനൽ തൗറാത്ത്, ഒറിജിനൽ ഇഞ്ചീൽ, ഒറിജിനൽ സബൂർ. അതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതെല്ലാം വിശ്വസിക്കണം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ച നബിമാർ ആരെല്ലാം അല്ലാഹു തആല നബിയായിട്ട് പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ചരിത്രമൊന്നും അധികം അറിയില്ല. അതുകൊണ്ടാണ് ബദുൽ അമാനി പറഞ്ഞത്, വദുൽ ഖർനൈനി ലം യുറബ് നബിയ്യാ കദാ ലുഖ്മാനു ഫഹദർ അൻ ജിദാലി. ദുൽഖർനൈനി റളിയല്ലാഹു അൻഹും ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹും നബിയായി അറിയപ്പെട്ടിട്ടില്ല, മഷ്ഹൂറായി പ്രസിദ്ധമായിട്ടില്ല. പക്ഷേ തർക്കിക്കാൻ നിൽക്കണ്ട. എങ്ങനെ അറിയാൻ നിൽക്കണ്ട പറഞ്ഞാൽ, അല്ലാഹു തആല പറഞ്ഞ നബിമാരെ എല്ലാം ഞാൻ വിശ്വസിച്ചു.
അല്ലേ? ഈമാനു ബില്ലാഹി വബിറുസുലിഹി, മലായികത്തും റുസുലും കുതുബും എല്ലാം വിശ്വസിക്കണം. അപ്പൊ അഥവാ അല്ലാഹു തആല പറഞ്ഞയച്ച കൂട്ടത്തിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടെങ്കിൽ ഓക്കെ, ഞാനത് വിശ്വസിച്ചു. ലുഖ്മാൻ നബിയാണെന്ന് പർട്ടിക്കുലറായി നിർണയിച്ചുകൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമില്ല. അതേ സമയത്ത് അല്ലാഹു തആല പറഞ്ഞയച്ച, അല്ലാഹു തആല നുബുവ്വത്ത് കൊടുത്ത എല്ലാവരെയും അത് വിശ്വസിക്കണ്ടേ. കാരണം 1,24,000 ഉണ്ടല്ലോ, അതിൽ കൂടുതലും ഉണ്ട് എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും 1,24,000 അമ്പിയാക്കൾ ഉണ്ട്, ലോകത്ത് വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ തന്നെ കുറേ നബിമാരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഇബ്രാഹിം എന്തായി ഒരുപാട് നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തു, 4,000 നബിമാർക്ക് ഖിദ്മത്ത് ചെയ്തു എന്നൊക്കെ ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രം അങ്ങനെ തന്നെ തള്ളിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ തന്നെ ഒരുപാട് നബിമാരെ പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. 1,24,000 നബിമാർ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ ഊരും പേരും അറിയില്ല, അവരുടെ ചരിത്രങ്ങൾ അറിയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലാഹു തആല ആർക്കൊക്കെ നുബുവ്വത്ത് നൽകിയിട്ടുണ്ടോ അവരെല്ലാം നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ഇവിടെ വിശ്വാസത്തിന് കേടുവരാത്ത നിലക്ക് സംസാരിക്കണം. ഖുലൂ ആമന്ന ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ വ ഇലാഹുകും വാഹിദ്. നിങ്ങളുടെയും ഞങ്ങളുടെയും എല്ലാം ഇലാഹ്, ആരാധിക്കപ്പെടേണ്ടവൻ ഒരുത്തൻ മാത്രമാണ്. ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹുവാണ്, ഈസ നബിയല്ല. ആരാധിക്കപ്പെടേണ്ടത് ഒരിക്കലും ഉസൈറല്ല. ആരാധിക്കപ്പെടേണ്ടത് ഉസൈറിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബിയുടെ ഉമ്മ മറിയം ബീബിയെയും അങ്ങനെ തുടങ്ങി ലോകത്ത് കഴിഞ്ഞു പോയ ഇന്നുള്ള എന്നിമുള്ള വരാനിരിക്കുന്ന എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്ന സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു, അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത്. ആരാധിക്കപ്പെടുന്നവൻ, ഞങ്ങളുടെ ആരാധിക്കപ്പെടുന്ന, നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരുത്തൻ തന്നെയാണ്. വഇലാഹുനാ വഇലാഹും വാഹിദുൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. നമ്മൾ ആ അല്ലാഹുവിന് കീഴടങ്ങിയവരാണ്. സൂറത്തുൽ അൻകബൂത്തിലെ ഒരു ആയത്താണ്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഇപ്പോൾ നിർത്തുകയാണ്. അപ്പോ തർക്കം, ആവശ്യമില്ലാത്ത തർക്കം, അതുപോലെ എതിർത്ത് തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ മാത്രമുണ്ടാകുന്ന വാഗ്വാദങ്ങൾ, അതൊരിക്കലും നമുക്ക് യോജിച്ചതല്ല. വദാലിക മൻഹിയുൻ അൻഹു, അത് വിരോധിക്കപ്പെട്ടതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുമാരി അഖാക, നീ നിന്റെ സഹോദരനെ എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി സംസാരിക്കരുത്. വലാ തുമാദിഹു, അവനോട് കാര്യത്തിൻ്റെ സ്ഥലത്ത് നീ തമാശ പറയാൻ പാടില്ല. കാര്യം പറയുമ്പോൾ കാര്യമായിരിക്കണം. വലാ തഇദ്ഹു മൗഇദൻ ഫതുഖ്ലിഫഹു, നീ നിന്റെ സഹോദരനോട് ഒരു വാഗ്ദത്തം ചെയ്യരുത്, എന്നിട്ട് നീ ആ വാഗ്ദത്തം നിറവേറ്റുന്നതിൽ വീഴ്ചയുണ്ടാകുന്ന നിലക്ക് പ്രവർത്തിക്കരുത്. അമാനാത്ത്, അഹദ്, വാഗ്ദത്തം ചെയ്യുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ആകുന്നത് മാത്രമേ വാഗ്ദത്തം ചെയ്യാൻ പാടുള്ളൂ. ചിലർ നേർച്ചയാക്കുമ്പോഴൊക്കെ ഒന്നും ശ്രദ്ധിക്കൂല, കനപ്പെട്ടതങ്ങ് നേർച്ചയാക്കും. ചെറിയ സംഗതിക്ക് എന്ത് ചെയ്യും, നാമത്തോന്നിയൊക്കെ അങ്ങോട്ട് വാദ ചെയ്യുകയോ അല്ലെങ്കിൽ നേർച്ചയാക്കുകയോ ചെയ്യും. അതൊക്കെ വളരെ പക്വമായി മാത്രം നിർവഹിക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. സാധിക്കുന്നത് മാത്രമേ നമുക്ക് ഏകദേശം അത് ചെയ്യാൻ കഴിയുമെന്ന് ലാഹിർ അസ്ബാബുകൾ വെച്ചുകൊണ്ട് അത് കൊടുക്കാനോ ചെയ്യാനോ കഴിയുമെന്ന ബോധ്യം ഉണ്ടാകണം. എന്നിട്ട് അങ്ങനെ വാഗ്ദത്തം ചെയ്തു, ഇപ്പം അൽഹംദുലില്ലാഹ് കച്ചവടം തരക്കേടില്ല, ഇത് ഇന്നലൊക്കെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ഥാപനത്തിന് ഇന്നത് കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്തു. പക്ഷേ അല്ലാഹു തആല നമുക്ക് പുരോഗതിയും ബർക്കത്തും നൽകട്ടെ, പതനങ്ങളെ തൊട്ട് അല്ലാഹു തആല കാക്കട്ടെ, കച്ചവടങ്ങളിലും അതുപോലെ ജീവിത മാർഗങ്ങളിലൊക്കെ അല്ലാഹു തആല വലിയ ബർക്കത്ത് നൽകട്ടെ. നാട്ടിൽ വിദേശത്തുള്ള സഹോദരങ്ങൾ അവരെല്ലാം ചെറിയ ഭീതിയിലാണ്. അല്ലാഹുവേ, എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. പോക്കുവരവിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. 27 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഒരാൾ നാട്ടിലെത്തിയത് എന്ന് ഈയിടെ പറഞ്ഞു ഒരാൾ 2 ദിവസം മുമ്പ്. അങ്ങനെയൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടാണ്. അല്ലാഹുവേ, എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. വിചാരിച്ചതുപോലെ കച്ചവടമൊന്നും മുന്നോട്ട് പോയില്ല, തകർന്നു പോയി, അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അത് മറ്റൊരു കാര്യമാണ്. അല്ലാഹു അറിയും, എല്ലാം അറിയുന്ന റബ്ബിന് അതും അറിയും. അതേ സമയത്ത്
അങ്ങ് വാഗ്ദത്തം ചെയ്യുക, ഒറ്റ ചെയ്യുക. ഒരു ചങ്ങായി എന്നോട് വാഗ്ദത്തം ചെയ്യുന്നു, കൈ മുറുക്കി പിടിച്ചിട്ട് സംഗതി പിന്നെ കണ്ടില്ല. അങ്ങനെ ആകാൻ പാടില്ല. ആകുന്നതേ വാഗ്ദത്തം ചെയ്യണ്ടു. മോൻ ചോദിച്ചല്ലേ ഇപ്പം എങ്ങനെയാ പറയാ? അങ്ങനെയൊന്നുമില്ല. ആവുമെങ്കിൽ ആകാന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം, ഒരു കുഴപ്പമില്ല. ആരെന്ന് പിടിച്ചേറ്റലൊന്നുമില്ല. അതുകൊണ്ട് സാധിക്കുന്നത് മാത്രമേ വാഗ്ദത്തം ചെയ്യാൻ പാടുള്ളൂ. വലാത്ത ഇത് നിന്റെ സഹോദരനോട് നീ വഅദ ചെയ്യരുത്, എന്നിട്ട് തുഖ്ലിഫഹു, അത് നീ ലംഘിക്കുകയും ചെയ്യരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഖാല അലൈഹിസ്സലാം ദറുൽ മിറാഅ, ഇപ്പറഞ്ഞ മാതിരിയുള്ള തർക്കങ്ങൾ നിങ്ങൾ ഒഴിവാക്കുവീൻ. ഫഇന്നഹു ലാ തുഫഹമു ഹിക്മതുഹു വലാ തുഅമനു ഫിത്നതുഹു, അതിൻ്റെ ഹിക്മത്ത് അറിയപ്പെടൂല, അതുപോലെ അതിൻ്റെ ഫിത്ന, അതിനെ തുടർന്നുണ്ടാകുന്ന നാശങ്ങൾ നിർഭയമാക്കപ്പെടുകയില്ല. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ ബുനിയ ലഹു ബൈതുൻ ഫീ അഅലൽ ജന്ന വമൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ ബുനിയ ലഹു ബൈതുൻ ഫീ റബദിൽ ജന്ന. ഇത് വല്ലാത്ത ക്ഷമ വേണ്ട ഒരു സംഗതിയാണ്. ആരെങ്കിലും തർക്കത്തെ ഉപേക്ഷിച്ചാൽ ബഹുവ മുഹിഖുൻ, ഓൻ പറയുന്ന സത്യമാണ്. ചേര തവളനെ പിടിച്ചതാടോ എന്ന് ഓൻ പറയുന്ന സത്യമാണ്. അപ്പൊ തർക്കിച്ചിട്ടൊന്നും നടക്കുന്നില്ല. ഒന്ന് രണ്ട് എവിടെയും പറഞ്ഞു നടക്കുന്നില്ല. എന്നാ പിന്നെ നിങ്ങൾ ആക്കൂടിയും എല്ലാം കൊണ്ട് പോയി വാകാം. മൻ തറക്കൽ മിറാഅ വഹുവ മുഹിഖുൻ, സത്യവാനാണ്, അവൻ പറയുന്നത് നേരാണ്, യാഥാർത്ഥ്യമാണ്. പക്ഷേ ആടക്കട്ടെ, ഇപ്പം ഞാൻ ഇവരുടെ ഇടയിൽ സംസാരിച്ച് ഈ ഒറ്റപ്പാടിൻ്റെ ഇടയെന്ന് പറയുന്നില്ല. ഒന്നുകിൽ അവർക്ക് ബോധ്യപ്പെടട്ടെ, അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് അടങ്ങിയതിൻ്റെ ശേഷം പിന്നെ പറഞ്ഞു കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടങ്ങോട്ട് മാറി അതൊന്ന് ഒഴിവാക്കിയാൽ ബുനിയ ലഹു ബൈതുൻ ഫീ അഅലൽ ജന്ന, അവന് സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥലത്ത് അതേ ഒരു റൂം അല്ലെങ്കിൽ ഒരു വീട് അവന് പണിയപ്പെടും. എന്താ കാരണം? അത് അത്രയും സാഹസികമായ സംഗതിയാണ്. യാഥാർത്ഥ്യമല്ലേ ഞാൻ പറയുന്നത്, നേരിയല്ലേ ഞാൻ പറയുന്നത്, നിലവൻ്റെ മനസ്സിങ്ങനെ പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കോട്ടെ ഇടോ, ഇനി തൽക്കാലം ഒന്ന് ക്ഷമിക്ക്. ആ ക്ഷമയാണ്, ഒന്ന് മാറി നിൽക്കുകയാണ്. അറിയുന്ന യാഥാർത്ഥ്യം അതിനെതിരെ പക്ഷേ അതിനെ ലംഘിക്കുമ്പോൾ ക്ഷമയോടെ അത് കേട്ട് മാറി നിൽക്കണമെങ്കിൽ കുറച്ച് ഈമാൻ വേണം, ക്ഷമ വേണം. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലത്ത് അവന് വീട് നിർമ്മിക്കപ്പെടും. വമൻ തറക്കൽ മിറാഅ വഹുവ മുബ്തിലുൻ, ഒരാൾ സംഗതി വാദിക്കുന്ന സത്യമല്ല, പക്ഷെ തർക്കിക്കുന്നില്ല വിചാരിച്ചു. സംഗതി അയാൾ പറയുന്നത് സത്യത്തിനെതിരാണ്, ബാത്തിലാണ്, എന്നാൽ ഞാൻ തർക്കത്തിന് പോകുന്നില്ല എന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് അല്ലാഹ് എന്ത് ചെയ്യും? സ്വർഗത്തിൽ എന്ത് ചെയ്യും? ഇടം കൊടുക്കുമെന്നാണ് പറയുന്നത്.